ഹായ്, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെൻസിൽ ഡെക്കറേഷനാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പെൻസിൽ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കളർ പേപ്പർ വെട്ടിയെടുത്തിട്ട് അതിലിതുപോലെ പശ തേച്ച് ശരിക്ക് പശ ഒട്ടിയെന്ന് ഉറപ്പാക്കിയാൽ മാത്രം പെൻസിൽ റോൾ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആ പശ അവിടെ നിന്ന് പെൻസിൽ അവിടെ നിന്ന് ഇങ്ങനെ ഇളകി കളിക്കും. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് അവസാനം ഇതുപോലെ പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശരിക്കും ഒട്ടുന്നുണ്ട്. അങ്ങനെ ഒട്ടിച്ചു വെച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ അടുത്തൊരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേക്കിൽ പശയുള്ള ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം ആക്കുമ്പോഴാണ് എനിക്ക് ഒന്നും കൂടി ഭംഗി തോന്നിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതും ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണാനൊരു ഭംഗിയായില്ലേ. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഞാനൊരു പേപ്പറിൽ ഇങ്ങനെ ഒരു പേപ്പറിനെ രണ്ടാക്കി മടക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ യൂണിക്കോണിനെ വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് കളർ കൊടുത്തു. എന്നിട്ട് ഇതുപോലെ വളരെ സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ നല്ലോണം സൂക്ഷിക്കുക, അല്ലെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. അതുകൊണ്ട് നല്ലോണം സൂക്ഷിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ കടയിൽ പോകുമ്പോൾ എന്തായാലും നല്ല ഭംഗിയുള്ള അപ്പോൾ ക്യൂട്ടായിട്ടുള്ള പെൻസിലൊക്കെ കാണുമ്പോൾ എന്തായാലും കൊതിയായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ ക്രാഫ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതെന്തായാലും നല്ല സിമ്പിൾ തന്നെയല്ലേ, കുറച്ച് സമയം മാത്രം മതി. അപ്പോൾ ഞാൻ എന്തായാലും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ പെൻസിൽ ഇതിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഫ്രണ്ട് ഇങ്ങനെയും അതിൻ്റെ ബാക്കിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ കാണുന്ന പോലെ പശ തേക്കണം. അതിൻ്റെ അറ്റത്തൂടെ മാത്രം, സെൻറ്ററിലൊന്നും തേക്കണ്ട. അപ്പോൾ ഇതുപോലെ അറ്റത്ത് മാത്രം പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഈ പെൻസിലിൽ കുറച്ച് പശ തേച്ച് ഒട്ടിച്ച് കൊടുത്താൽ ഒന്നുകൂടി സൂപ്പറായിട്ട് നിൽക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.